അതിന് കാരണക്കാരൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇരിക്കുന്നത്. രണ്ടും ആലപ്പുഴക്കാരാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതിൽ. പിന്നെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആലപ്പുഴയുടെ തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരിക്കാരനും കൂടെയാണ്. മാർട്ടിൻ പ്രക്കാറാണ് ഇതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഞാൻ നേരത്തെ പല സ്ഥലങ്ങളും സൂചിപ്പിച്ച പോലെ നല്ല മലയാള സിനിമകൾ ശരിക്കും പ്രത്യേകിച്ച് പോലീസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ മാർട്ടിൻ ആണെങ്കിലും ഷാഹി ആണെങ്കിലും ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന റോബി ആണെങ്കിലും എല്ലാം. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഇപ്പം മാർട്ടിൻ്റെ കൂടെ തന്നെ ഒരുപാട് നാള് സംവിധാന സഹായിയായിരുന്ന ജിത്തുവും കൂടെ ചേരുമ്പോൾ എന്ത് രീതിയിലാണ് ഈ ഒരു പോലീസ് സിനിമ വ്യത്യസ്തമാവുക എന്നുള്ളത് അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കൂടെ എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഥ കേട്ടതിന് ശേഷവും അത് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും അത് എത്രത്തോളം അത് ഡിഫറെൻ്റ് ആയിട്ട് വരും എന്നറിയാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ട് വരും എന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല നമ്മുടെ ഈ ടീമിലുണ്ടായിരുന്ന അഭിനയിക്കുന്നവരാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏത് രീതിയിലാണോ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട്, ആ ഒരു സ്വീകാര്യത പ്രേക്ഷകർ തന്നതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട്. കാരണം വളരെയധികം എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എഫേർട്ടിൻ്റെ കാര്യം എപ്പോഴും പറയുകയാണെങ്കിൽ പോലും അത് മാത്രമല്ല അത് ഏതറ്റം വരെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുമെന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തിയേറ്ററിലേക്ക് തന്നെ വന്ന പ്രേക്ഷകർ കാണണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ, ആ ഒരു എഫേർട്ടും ആ ഒരു സമയവും ആ ഒരു ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത, ക്വാളിറ്റിക്ക് വേണ്ടി യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പ്രൊഡക്ഷൻ ബാനറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സ്വീകാര്യത ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു സ്വീകാര്യതയും ഒരു അപ്രീസിയേഷനുമാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങളോട് എല്ലാവരോടും പ്രേക്ഷകരോട് പ്രത്യേകിച്ചും നന്ദി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അഭിപ്രായം കേട്ടിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. അപ്പം ശരിക്കും എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പം ഡയറക്ഷൻ്റെ കാര്യമാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ കാര്യത്തിൽ, അതായത് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും അതെല്ലാം ഭംഗിയായിട്ട് വന്നു എന്നുള്ളതൊരു വലിയൊരു ഫാക്ടറാണ്. ഈ ഒരു സിനിമ ഏതൊക്കെ രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം. അപ്പോൾ മറ്റ് പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും CI ഹരിശങ്കർ ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഘടകങ്ങളാണ്. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ മുന്നിലും പിന്നിലും കൂടെ നിന്ന് എല്ലാവരോടും ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.